Sevens Golden Diamonds, Ermalur, Vadadala. കേരള ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക യോഗം നടന്നു. ജിംനേഷ്യങ്ങൾ, ഹെൽത്ത് ക്ലബ്ബുകൾ അടക്കമുള്ള ആരോഗ്യ സംരക്ഷണ മേഖലയിലെ സ്ഥാപന ഉടമകൾക്കും പരിശീലകർക്കും സുരക്ഷാ സഹായ പദ്ധതികളുമായി കേരള ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഉടമകൾക്ക് സഹായ പദ്ധതികൾ, പരിശീലകർക്ക് ക്ഷേമ പദ്ധതികൾ എന്നിവയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച പദ്ധതി തുടരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി. അനിൽകുമാർ, സെക്രട്ടറി വിജയമോഹൻ, വൈസ് പ്രസിഡന്റുമാരായ സെബാസ്റ്റ്യൻ മാത്യു, കെ. എം. ബിജു എന്നിവർ അറിയിച്ചു. കേരള ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ എറണാകുളം ജില്ലയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എല്ലാ മേഖലയിൽ നിന്നുള്ള ജിം ഓണേഴ്സും അതേപോലെ യോഗ ട്രെയിനേഴ്സും അതേപോലെ യോഗ ഇൻസ്ട്രക്ടേഴ്സും ഒപ്പം മറ്റുള്ള കായികാഭ്യാസം ചെയ്യുന്ന വ്യക്തികളും ഇവിടെ ഭാഗമായുണ്ടായി. കൊച്ചി, എറണാകുളം നമ്മൾ ലക്ഷ്യമിടുന്നത് ഇത് ഈ മേഖലയിൽ ആരോഗ്യ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇതിനു മുമ്പുള്ള സീനിയേഴ്സിനെയും അതേപോലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും ഒരുമിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യാനും ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മളൊരു മുൻകൈ എടുക്കാനും ഈ മേഖലയിൽ എത്രമാത്രം മുന്നോട്ട് ശക്തമായ രീതിയിൽ ജനങ്ങൾക്ക് അവർക്കൊരു സഹായമായിട്ട് തീരാനും അവർക്ക് വലിയൊരു അനുഗ്രഹമാകാനും അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് മുമ്പോട്ട് നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. നാനാ മേഖലയിലുള്ള എല്ലാ സ്പോർട്സ്, ആർട്സ് അതേപോലെ കായികപരമായിട്ടുള്ള ഏത് കാര്യങ്ങളിലും ഒന്നിച്ച് ഒരു കുടകീഴിൽ കൊണ്ടുവരാനാണ് എറണാകുളം ജില്ല ലക്ഷ്യമിടുന്നത്. ഒപ്പം ഇന്ന് ഇവിടെ അംഗത്വം എടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ പേരിൽ എല്ലാവരുടെയും ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്ത് 14 ജില്ലകളിലും ഈ പ്രവർത്തനങ്ങൾ ഒരേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ടാണ് എറണാകുളം ജില്ല ലക്ഷ്യമിടുന്നത്. ശനിയാഴ്ച എറണാകുളം ജില്ലാ കമ്മിറ്റിയും രൂപീകരിച്ചു. ജെയ്സൺ ജേക്കബ് പ്രസിഡന്റ്, ഷാൽദാസ് മോഹൻദാസ് സെക്രട്ടറി, ജബി ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ. എം. സലീം, നിഖിൽ ജോർജ് എന്നിവർ സംസാരിച്ചു. ഇന്നിവിടെ എറണാകുളം ജില്ലയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ ജില്ലാ ജനറൽ ബോഡിയിൽ ഈ KHOന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ മേഖലയിലുള്ള ഫിറ്റ്നസ് മേഖലയിലുള്ള എല്ലാവരും പങ്കെടുത്തിരിക്കുന്നു. അതായത് കളരി, കരാട്ടെ, കുൻഫു, ആം റെസ്ലിംഗ്, ബോക്സിംഗ് എന്നുവേണ്ട യോഗ, എല്ലാ മേഖലയിലുള്ള റെസ്ലിംഗ്, എല്ലാ മേഖലയിലുള്ള ഓണേഴ്സും ട്രെയിനേഴ്സും ഇന്നിവിടെ പങ്കെടുത്ത് KHOന്റെ കൂടെ ഭാഗവത്തായിരിക്കുകയാണ്. അത് വളരെ വളരെ വലിയ സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് KHOന്. അവിടെ KHOന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട എല്ലാ അയൺ ഗെയിമുകളെ പറ്റിയിട്ടും പ്രസിഡന്റ് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. എനിക്കിത്രേ പറയാനുള്ളൂ. വളരെ വലിയൊരു ശക്തിയായിട്ട് തന്നെ KHO മുന്നോട്ട് പോകുന്നതായിരിക്കും. താങ്ക് യു. ഇത്ര വർഷത്തോടെ ഇങ്ങനെ ഒരുപാട് അസോസിയേഷൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഇങ്ങനെ വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ബോഡി ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കും, അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ തന്നെ പിടിക്കും, അത് കഴിയുമ്പോൾ ആ പരിപാടി കൊണ്ട് നിർത്തും, അടുത്ത അസോസിയേഷൻ അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ജിം ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ അസോസിയേഷൻ തന്നെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എനിക്ക് കൂടെ നടക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് അത് രാജിവെച്ചു. എൻ്റെ ഒരു അനീശ്വരാക്കിയിരുന്നു. പുള്ളി അത് കഴിഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ബോഡി ബിൽഡിംഗ് ടീമിൻ്റെ ഇതായിട്ട് പിന്നെയും നാഷണൽ നമ്മുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷനൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴേക്കും KHOയ്ക്ക് തിരിച്ചു വന്നതും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, ആൾക്കാർക്കുള്ള ഗുണങ്ങൾ, ട്രെയിനേഴ്സിനുള്ള ഗുണങ്ങൾ, ജിം ഓണേഴ്സ് ഇതുകൊണ്ടുള്ള മെച്ചങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ മെയിൻലി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ജിം ഓണേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രം ഉണ്ടാവുള്ളൂ ബോഡി ബിൽഡേഴ്സ്. ബാക്കി എല്ലാവരും ജിം ഓണറായിട്ട് വർഷങ്ങൾ ഇങ്ങനെ ആർക്കും ആരെയും അറിയില്ല. ഇപ്പൊ ജിമ്മിൽ ഒരു ബോഡി ബിൽഡർ കോമ്പറ്റീഷൻ ആണെങ്കിൽ ആ ബോഡി ബിൽഡർ അറിയപ്പെടും. പക്ഷെ ജിം ഓണേഴ്സിന് എത്ര പേർക്ക് അറിയാം? അയാളെ പ്രശ്നങ്ങളാക്കി അറിയാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണ്. ഇന്ന ആള് അടുത്ത അസോസിയേഷനായിരിക്കും, ഇവിടെ തന്നെ എടുത്തോ, ഇപ്പുറത്തെ ആളെ വിളിച്ചില്ലെങ്കിൽ ഇപ്പുറത്തെ ഗ്രൂപ്പിലായിരിക്കും. ജിംനേഷ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പരിശീലകർക്കുള്ള കോഴ്സ് അടുത്ത മാസം നടക്കും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.